ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മുളകിട്ട മീൻകറിയാണ്. കോട്ടയം സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മുളകിട്ട കൊടംപുളി ഇട്ട മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. മീൻകറി റെഡിയാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് പുളി കുതിർത്തി വെക്കലാണ്. അപ്പോൾ 4 കൊടംപുളിയാണ് എടുത്തിട്ടുള്ളത്. 4 അല്ലി കൊടംപുളി, നല്ല ക്വാളിറ്റിയുള്ള കൊടംപുളി എടുക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് 1.5 കപ്പ് അളവിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 10 മുതൽ 15-20 മിനിറ്റൊക്കെ ഒന്ന് കുതിർത്താൻ വെക്കുക. കറി വെക്കുന്നതിന് കുറച്ച് മുമ്പ് ഇതാദ്യം ചെയ്ത് വെക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ചൂരയാണ്. ഇതുപോലെ കുറച്ച് ഫ്ലഷ് ഉള്ള മീൻ എടുത്താൽ കുറച്ച് നല്ലതായിരിക്കും. അയിലയും നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊന്ന് മിക്സ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ ലൂസായിട്ട് കുഴച്ചെടുക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ മതിയാവും. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മീൻകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുള്ളവർ ഇത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ മൺചട്ടിയിൽ ഈ ഒരു മീനൊക്കെ മുളകിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2-3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 40 അല്ലി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 40 അല്ലി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ മുളകിടുന്ന സമയത്ത് ചെറിയുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുമ്പോഴും ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള മീൻ മുളകിടുമ്പോഴും സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായി കിട്ടുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം കുറച്ചുകൂടി കൂട്ടിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് പച്ചമണം കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് നേരം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം കളയണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നമ്മൾ ഓൾറെഡി കുതിർത്തി വെച്ച പുളിയോടുകൂടി ആ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ആവശ്യമാണെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഈ സമയത്തും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ. അതും തിളച്ച് ഒരു മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മീനിൻ്റെ അരപ്പ് തിളപ്പിച്ചെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരപ്പിൻ്റെ ആ ഒരു പച്ച കുത്ത് പോയതിന് ശേഷം മാത്രം അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടാണ് വേവിക്കാനുള്ളത്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. നന്നായിട്ടൊന്ന് വറ്റി വരും.
ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക വെള്ളം വറ്റിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം മീനെല്ലാം വെന്ത് വെള്ളമെല്ലാം വറ്റി ആ ഒരു ചെറിയ തീയിൽ കിടന്ന് വറ്റിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കിട്ടുക കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കരുത്, ചെറിയ തീയിലിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കറി ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു മുളകിട്ട മീൻകറി ഏറ്റവും നല്ല കോമ്പിനേഷൻ കപ്പ പുഴുക്കാണ്. അപ്പോൾ കപ്പ പുഴുക്കിൻ്റെ വീഡിയോ ഉറപ്പായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.